വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ജാക്സനെയും കുറിച്ചിട്ട്, ഗർനാച്ചോനെയും കുറിച്ചിട്ട്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാക്സനെ നമ്മൾ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 70 മില്യൺ പൗണ്ടെങ്കിലും മിനിമം നമ്മുടെ വാല്യുവേഷൻ വേണം. ഗർനാച്ചോനെ നമ്മൾ സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് 40 മില്യൺ പൗണ്ടിന് താഴെ ആയിരിക്കണം എന്നുള്ളത്. അതിനെക്കുറിച്ച് കുറെ പരിഹസിച്ചുള്ള കമന്റ്സ് വന്നു. എന്തായി നമുക്ക് ആ പരിഹസിച്ച കമന്റ്സ് നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഇതൊന്ന് ചർച്ച ചെയ്യാം, എവിടെ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഓക്കെ, ആദ്യം മുതൽ നമുക്ക് കമന്റുകൾ എവിടെ തുടങ്ങാം. പെടും ജാക്സൺ 70, ഏറ്റവും നേരം തെറി വിളിക്കപ്പെടും ജാക്സൺ. ഈ പറയുന്ന ജാക്സന് 70 തൊട്ട് 80 മില്യൺ എന്ന് ജോണതൻ. പിന്നെ പറഞ്ഞ ഫിനിഷിംഗ് ഇല്ലാത്ത സ്ട്രൈക്കർ സൽമാൻ ഫാരിസ് 70 മില്യൺ. അടുത്തത് ഗൊളാസോ, ഗർനാച്ചോ 40 മില്യൺ, ജാക്സൺ 80 മില്യൺ. എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും ഒരേ ആൾക്കാർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഗർനാച്ചോ, സ്വാപ്പ്, ജാക്സൺ, അമ്പട പുളുസു. അതിൽ ഞാൻ സ്വാപ്പിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. പക്ഷെ ഞാൻ സ്വാപ്പിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ വിലപേശി സംസാരിച്ചായിരുന്നു. 70 മില്യൺ വേണ്ട ഒരു 70 മില്യൺ വേണ്ട ഒരു 150 മില്യൺ ആക്കിക്കോ എന്ന് SSH2442. പിന്നെ അടുത്തത് വേറെ വെച്ച് നോക്കാൻ നേരത്ത് മാഡുവൊക്കെ ഗിറ്റൻസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗർനാച്ചോ 70 മില്യൺ പ്ലസ് ഉണ്ട്. അതുണ്ട്, അത് ശരിയാണ്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ് വാല്യുവേഷനിലേക്ക് വന്നില്ല എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഇങ്ങേർക്ക് ആ ക്ലബ് അടിച്ചപ്പോൾ പ്രാന്തായി പോയി എന്ന് തോന്നുന്നുണ്ട്. ജാക്സന് 90 മില്യൺ. ഞാനും അതെ. പിന്നെ പറയുന്ന കാര്യം, നിക്കോളസ് ജാക്സൺ 90 മില്യൺ, ഗർനാച്ചോ 40 മില്യൺ. ബ്രോ വേക്ക് അപ്പ്, ബ്രോ യു വേക്ക് അപ്പ് ബ്രോ. കാരണം ഇതാണ് ഇന്നത്തെ മാർക്കറ്റ് വാല്യുവേഷൻ. ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജാക്സനെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 80 മില്യൺ പൗണ്ടിലാണ് വാല്യുവേഷൻ ചെൽസി ഇട്ടിരിക്കുന്നത്. ഗർനാച്ചോനെ ചെൽസി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്റെ നിഗമനത്തിൽ 40 മില്യൺ താഴെ പൗണ്ടിൽ. ഇൻഫാക്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വാല്യുവേഷൻ പോലും 50 മില്യൺ പൗണ്ട് ആണ് ആസ് പെർ റിപ്പോർട്ട്സ്. പക്ഷെ ചെൽസി 40 മില്യൺ താഴെ പൗണ്ടിനെ മേടിക്കാൻ നിൽക്കുന്നുള്ളൂ. ഹാവ് യു വോക്കൺ അപ്പ്? ഞാൻ നേരത്തെ വേക്കപ്പ് ചെയ്തു, നിങ്ങൾ ഇപ്പോഴാണോ വേക്കപ്പ് ചെയ്യുന്നത്? ചോദ്യം. ഓക്കെ, പിന്നെ അടുത്തത്, എന്റെ പൊന്നണ്ണ എന്ന് ജിഷ്ണുദേവ്, ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ. 90 മില്യൺ ഫോർ ജാക്സൺ ആൻഡ് 40 മില്യൺ ഫോർ ഗർനാച്ചോ. വാവ്, അത്രയും കിടലമാണെങ്കിൽ നിങ്ങൾ അങ്ങ് വെച്ചാ പോരെ. അത്രയും കിടലമാണ്, ഞാൻ വെച്ചു, മേടിക്കാൻ ആൾക്കാരുണ്ട് മാർക്കറ്റിൽ നിന്ന്. ഇന്ന് ന്യൂ കാസിൽ വരുമ്പോൾ 80 മില്യൺ പൗണ്ടിനാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലെയേഴ്സിനെ ആവശ്യമുണ്ട്. ഇത് എന്തുകൊണ്ട് ഞാൻ വന്നു എന്നുള്ളത് ഞാൻ പറയാം. ഗർനാച്ചോന് ഇപ്പൊ എന്തായി? 40 മില്യൺ. സത്യമല്ലേ? ഞാൻ പറഞ്ഞ വാല്യുവേഷൻ എന്താണ് ഇപ്പൊ തെറ്റ്? ഇന്നിപ്പോ അതാണ് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടി വന്നു കഴിഞ്ഞാൽ മാക്സിമം പോയ 50 മില്യൺ പൗണ്ട്. 10 മില്യൺ തന്നെ എക്സസ് ആണ് എനിക്ക് തോന്നുന്നു. പക്ഷെ 40 മില്യൺ പൗണ്ടിലാണ് ചെൽസി പിടിച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. ബട്ട് ദാറ്റ് ഈസ് ഇത് എന്ന് പറയാൻ നിങ്ങൾക്ക് ഓക്കെ. ഇത് നേരത്തെ ഇട്ട പ്ലെയർ തന്നെയാണ്. ഇവൻ കുറച്ചേരെ അതേ കമന്റ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ, ഞങ്ങളുടെ പ്ലെയർ 70 മില്യൺ, നിങ്ങളുടെ പ്ലെയർ 40 മില്യൺ. കൊള്ളാം. ആ പാവം ജാക്സനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ആലോചിക്കുമ്പോൾ ഈ റേറ്റ് ഒക്കെ പറയൂ. ജാക്സനെ തെറി വിളിക്കണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതിന്റെ അനുസരിച്ച് അവന്റെ മാർക്കറ്റിൽ വാല്യൂ ഇല്ല എന്നുള്ളതല്ല. അവന്റെ മാർക്കറ്റിൽ വാല്യൂ ഉണ്ട്. ആ വാല്യൂ അനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഞാൻ വരാം. കുറെ പേര് ചിരിച്ചിരിക്കുന്നു. എല്ലാം ഉണ്ട്. ഫിനിഷിംഗ് അറിയില്ലാത്ത സ്ട്രൈക്കർ 70 മില്യൺ എന്ന് ഹൂജി. അതിന്റെ കുറെ പേര് ചിരിച്ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് എന്തായി മക്കളെ? എവിടെ പോയി? ആരും ഇല്ലല്ലോ ഇപ്പൊ കമന്റില്. ഒന്ന് കമന്റ് ഇട്ടെ കാണട്ടെ. അതോ നമുക്കെന്താ അറിയോ, വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്കണോമിക്സ് ലെസൺ എടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഞാൻ വരുന്നത്. ഞാൻ പഠിപ്പിച്ചുതരാം. ഡോണ്ട് വറി, ഐ എം ഹിയർ. ഞാൻ പഠിപ്പിച്ചുതരാം. ഫുട്ബോളിൽ ട്രാൻസ്ഫർ വാല്യുവേഷൻ നടക്കുന്നത് വെറും ഒരു പ്ലെയറിന്റെ ക്വാളിറ്റിയിൽ മാത്രമല്ല, പല ഫാക്ടേഴ്സ് അതിനകത്ത് ഇൻവോൾവ് ആണ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? കോൺട്രാക്ട് പീരീഡ് ഇൻവോൾവ് ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം. ആരുടെ കയ്യിലാണ് കോൺട്രാക്ട്? ആർക്കാണ് പ്ലെയറിനെ വിൽക്കാൻ താല്പര്യം? ആർക്കാണ് പ്ലെയറിനെ വാങ്ങാൻ താല്പര്യം? ആരാണ് കൂടുതൽ ഈ കച്ചവടത്തിൽ ഡെസ്പറേറ്റ്? അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഉദാഹരണത്തിൽ ഹാരി കെയ്ൻ ടു ബയൺ മ്യൂണിക്. ഒരു വർഷമേ ഹാരി കെയ്ന് കോൺട്രാക്ട് ഉണ്ടായിരുന്നുള്ളൂ റിമൈനിങ്. എന്നിട്ടും ബയൺ മ്യൂണിക് 100 മില്യൺ കൊടുത്ത് മേടിച്ചു. എന്ത് മേടിച്ചു? ഈ ഹാരി കെയ്ൻ നിലവിളിച്ചു, എനിക്ക് പോകണം, എനിക്ക് ടോട്ടനം വിട്ട് പോകണം എന്ന് പറഞ്ഞു. ഡാനിയൽ ലെവി പറഞ്ഞു, പോകണമെങ്കിൽ പൊക്കോ, നീ ഒന്നില്ലെങ്കിൽ 100 മില്യൺ താ, അല്ലെങ്കിൽ അടുത്ത കൊല്ലം നീ ഫ്രീ ആയിട്ട് പൊക്കോ എന്ന്. ഡാനിയൽ ലെവി താൻ ചീട്ടിറക്കി. ഹാരി കെയ്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാമായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്യാൻ ഒരു കൊല്ലത്തേക്കുന്നത്. പക്ഷെ ഹാരി കെയ്ൻ ഡെസ്പറേറ്റ് ആയിരുന്നു. ഹാരി കെയ്ൻ പറഞ്ഞു, ഇല്ല എനിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ബയൺ മ്യൂണിക് പറഞ്ഞു, ശരി നിങ്ങൾ 100 മില്യൺ ബിഡ് ചെയ്തോണം എന്ന് പറഞ്ഞു. സെയിം കേസ് വിത്ത് മേസൺ മൗണ്ട്. ഒരു വർഷം അവന് കോൺട്രാക്ട് ഉണ്ടായിരുന്നുള്ളൂ.
നമ്മൾ 55 മില്യൺ പറഞ്ഞു, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിർബന്ധിച്ചു, അവിടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു, നമ്മൾ കൊടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ വി കുഡ് ഹാവ് ഗോട്ട് ഇറ്റ് ഫോർ ഫ്രീ, അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുഡ് ഹാവ് ഗോട്ട് ഇറ്റ് ഫോർ ഫ്രീ. കിലിയൻ എംബാപ്പെ കോൺട്രാക്ട് റിന്യൂ ചെയ്യില്ല, ഫ്രീ ആയിട്ട് പോയി. PSG അതിനു മുമ്പ് ഒരു കൊല്ലം മുമ്പ് 140-150 മില്യൺ വരെ ഓഫർ ചെയ്താണ് റയൽ മാഡ്രിഡ്. PSG പറഞ്ഞു ഞങ്ങൾ ഇവനെ വിൽക്കുന്നില്ല, കോൺട്രാക്ട് റിന്യൂ ചെയ്യാം. എംബാപ്പെ പറഞ്ഞു ഞാൻ കോൺട്രാക്ട് റിന്യൂ ചെയ്യില്ല, തീർന്നു. ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡ് കോൺട്രാക്ട് റിന്യൂ ഇല്ല എന്ന് പറഞ്ഞു, ഫ്രീ ടു റയൽ മാഡ്രിഡ്. ബ്രോ, കോൺട്രാക്ട് പീരീഡ് ആരുടെ കയ്യിലാണോ, ആരാണോ കൂടുതൽ ഡെസ്പറേറ്റ് അതിനനുസരിച്ചിരിക്കും. ഗർനാച്ചോന്റെ കോൺട്രാക്ട് 2028 വരെയുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കയ്യിൽ. പക്ഷെ പ്രശ്നം എന്താ, ഗർനാച്ചോ പബ്ലിക്കലി പറയുന്നുണ്ട് എനിക്ക് മാഞ്ചസ്റ്റർ, പബ്ലിക്കലി പറയുന്നില്ല പക്ഷെ പബ്ലിക്കലി അറിയാവുന്ന ഒരു വിശേഷമാണ്, പുള്ളിക്കാരന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കാൻ താല്പര്യമില്ല. അതിനെ കുറിച്ചിട്ട് കുറെ പോസ്റ്റും ഇടയ്ക്ക് ഇത് ഇടുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ ഇവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. താങ്ക്ഫുള്ളി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വലിയ ഹൈ പെയ്ഡ് അല്ലാത്തത് കൊണ്ട് ഇവനെ പിടിച്ചു നിർത്താം. വേണമെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു ചീട്ട് ഇറക്കാം, ഞങ്ങൾ ഇവനെ വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വാല്യുവേഷൻ ഇത്രയുമാണ്, അതായത് 60 മില്യൺ പൗണ്ട് ആണ് അല്ലെങ്കിൽ 70 മില്യൺ പൗണ്ട് ആണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ വിൽക്കില്ല എന്ന് പറഞ്ഞാൽ ഗർനാച്ചോ പറയാം ശരി ഞാൻ ഒരു കൊല്ലം ഇവിടെ ചടച്ചിരുന്നോളാം എന്ന് പറയാം. ചടച്ചിരുന്നു കഴിഞ്ഞാൽ വേറൊരു കുഴപ്പമുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവനെ വിൽക്കാൻ പോകുമ്പോൾ ഇവന്റെ വാല്യുവേഷൻ 60 മില്യൺ പോയിട്ട് 30 മില്യൺ പോലും കിട്ടില്ല. അപ്പൊ ഒരു വർഷം തന്റെ ടീമിൽ കളിക്കാത്ത ഒരു പ്ലെയറിനെ 30 മില്യണിന് കൊടുക്കണോ അതോ ഇപ്പൊ കിട്ടുന്ന പൈസയ്ക്ക് കൊടുക്കണോ എന്നുള്ളതായിരിക്കും ചോദ്യം. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഗർനാച്ചോന്റെ കേസിൽ ഗർനാച്ചോന് ചെൽസിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിൽക്കാൻ താല്പര്യമില്ല, അവൻ ചെൽസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും അവനെ വെക്കണം. അപ്പൊ ഇപ്പൊ ചെൽസി ബോർഡ് പറയുന്നത് മക്കളെ ഞങ്ങൾക്ക് ഒരു വാല്യുവേഷൻ ഉണ്ട്, ആ വാല്യുവേഷനിൽ ഞങ്ങൾ മേടിച്ചു. ആൻഡ് ചെൽസി വേറൊരു കളി കളിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇപ്പൊ ഗിട്ടൻസിനെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ഒരു ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങർ നമ്മുടെ കയ്യിലുണ്ട്, ഐറിക് ജോർജ് ഉണ്ട് നമ്മുടെ കയ്യിൽ, അവനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോണി വിടാം. ഓൾറെഡി ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങർ നമ്മുടെ കയ്യിലുള്ള സ്ഥിതിക്ക് നമ്മൾ പറയുന്നത് നമ്മൾ ഡെസ്പറേറ്റ് അല്ല, അതുകൊണ്ട് ഞങ്ങളൊരു വില പറയും, ആ വിലയിൽ നമുക്ക് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീൽ നടത്താം. സോ ഇവിടെ ഗർനാച്ചോ എന്ന് പറയുന്ന പ്ലെയറിന്റെ ക്വാളിറ്റി മാത്രമാണെങ്കിൽ ഒരു 70 മില്യണിന് വിൽക്കാമെങ്കിലും കോൺട്രാക്ട് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. നേരെ മറിച്ച് നിക്കലസ് ജാക്സന്റെ സിറ്റുവേഷൻ അവിടെയല്ല. എവിടെയാണ് ചെൽസിയുടെ കളി ഭയങ്കര സ്മാർട്ട് ആയിരിക്കുന്നത്. ചെൽസി 2 സ്ട്രൈക്കേഴ്സിനെ മേടിച്ചു എക്സ്ട്രാ, പക്ഷെ എന്നാലും പറയണം ഞങ്ങൾക്ക് നിക്കലസ് ജാക്സനെ വിൽക്കണ്ട, അവൻ കുഴപ്പമില്ല, അവൻ ഇരുന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിക്കലസ് ജാക്സനും വലിയ കാര്യമായിട്ട് ഷോ ഒന്നും കാണിക്കുന്നില്ല. ഫെബ്രിസോ റൊമാനോ ലേറ്റസ്റ്റ് പറഞ്ഞിട്ടുണ്ട് മ്യൂച്വലി അവർ പാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. മ്യൂച്വലി അത് റെസ്പെക്ട്ഫുള്ളി പാർട്ട് ചെയ്യാം എന്നുള്ളത് രണ്ടുപേരും തീരുമാനിച്ചു. പക്ഷെ ചെൽസി പറഞ്ഞു ഇവന്റെ കോൺട്രാക്ട് 2023 വരെയുണ്ട് കോൺട്രാക്ട്, ഇവന് പോണോ, ഞങ്ങൾക്ക് ഒരു വാല്യുവേഷൻ ഉണ്ട്. ബെഞ്ചമിൻ സെസ്കോന് നിങ്ങൾക്ക് 85 മില്യൺ യൂറോസ് കൊടുക്കാന്നുണ്ടെങ്കിൽ അതിനേക്കാളും ടഫർ ലീഗിൽ കളിക്കുന്ന ജാക്സൺ, അവന്റെ അതേ സ്റ്റാറ്റിസ്റ്റിക് ഇക്വാലിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് എന്തിന് ഞങ്ങൾ 80 മില്യൺ പൗണ്ടിന് താഴെ ചോദിക്കണം? ഹ്യൂഗോ എക്കിറ്റിക്കാണെങ്കിൽ ഓക്കെ, കാരണം അവൻ സ്റ്റാറ്റിസ്റ്റിക്കലിയും അവന്റെ പെർഫോമൻസ് കുറെ കൂടെ ബെറ്റർ ആണ്. പക്ഷെ ഇവിടെ ബെഞ്ചമിൻ സെസ്കോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ജാക്സന്റെ പെർഫോമൻസും സെയിം ആണ്. നൗ ബെഞ്ചമിൻ സെസ്കോ മൈറ്റ് ബി മച്ച് ബെറ്റർ സ്ട്രൈക്കർ, മറ്റേത് മറിച്ച് ഫെയർ എനഫ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നോ പ്രോബ്ലം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ഒരു പ്ലെയറിന് തരുന്ന സെയിം ഔട്ട്പുട്ട് ഓഫ് ബെഞ്ചമിൻ സെസ്കോ, ഞങ്ങളുടെ വാല്യുവേഷൻ ഈസ് 80 മില്യൺ പൗണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 75 മില്യൺ പൗണ്ടിലാണെങ്കിൽ നമുക്ക് ഡീൽ ഉറപ്പിക്കാം, വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചാൽ മതി. ആൻഡ് നൗ ഹൂസ് ഡെസ്പറേറ്റ്? മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡെസ്പറേറ്റ് അല്ല, കാരണം അവർക്ക് ഓൾറെഡി ബെഞ്ചമിൻ സെസ്കോനെ കിട്ടി, ദേ ആർ ഹാപ്പി. പക്ഷെ ആ ബെഞ്ചമിൻ സെസ്കോന് വെദർ ദേ പെയ്ഡ് ഓവർ പെയ്ഡ് ദാറ്റ്സ് അപ് ടു ദം, ഐ ഡോണ്ട് നോ, എനിക്ക് അതിന് കമന്റ് ഇല്ല പറയാനായിട്ട്. ലിവർപൂൾ ഡെസ്പറേറ്റ് അല്ല, കാരണം ലിവർപൂൾ ഓൾറെഡി ന്യൂ കാസലിന്റെ പുറകിലാണ്, ന്യൂകാസൽ ഐസാക്കിന്റെ പുറകിലാണ്. അപ്പൊ ലിവർപൂളിന്റെ ശ്രദ്ധ അവിടെയാണ്. ലിവർപൂളിൽ ഐസാക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സ്ട്രൈക്കറെ വേണം. നൗ ദേ ആർ എ ബിറ്റ് ഡെസ്പറേറ്റ്, അവര് ബിഡ് ചെയ്യാൻ നടക്കുകയാണ്. ആൻഡ് അഗൈൻ ടോട്ടനം ഹോട്ട്സ്പേഴ്സ്, അവർ റിച്ചാർലിസൺ പോയി കഴിഞ്ഞാൽ അവർക്കും വേണ്ട ഒരു പേരുണ്ട്, ഇറ്റാലിയൻ ക്ലബ്സിനും താല്പര്യമുണ്ട്. സോ വിച്ച് മീൻസ് സ്ട്രൈക്കർ ഇല്ലാത്ത ഒരു മാർക്കറ്റിൽ ഓൾറെഡി 2 വർഷം പ്രീമിയർ ലീഗ് എക്സ്പോഷർ ഉള്ള ഒരു സ്ട്രൈക്കർ അവൈലബിൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ സീറ്റിരിക്കുന്നത് ചെൽസിയുടെ കയ്യിലാണ്. ഇനി അവൻ ഈ ഒരു വർഷം പോയില്ലെങ്കിലും ചെൽസിയെ സംബന്ധിച്ച് വലിയ നഷ്ടമൊന്നുമില്ല, അവൻ ടീമിലിരുന്നാലും വലിയ തലവേദനയൊന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ചെൽസി ഇരിക്കുന്നത്. സോ കാർഡ് ചെൽസി ഞാൻ നമ്മൾ റേറ്റ് ചെയ്തിരിക്കുന്ന 70 മില്യൺ 80 മില്യൺ പൗണ്ട് ആണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരും കമന്റ് വായിച്ചവര് ബ്രോ റീവിസിറ്റ്, ഇതെല്ലാം തിരിച്ചടിച്ചു വന്നിരിക്കുകയാണ്. ദിസ് ഇസ് റിയാലിറ്റി. ഫുട്ബോൾ ലോകത്തെ ട്രാൻസ്ഫർ റിയാലിറ്റി ഇതാണ്. ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ആൻഡ് ദാറ്റ്സ് എ റിയാലിറ്റി. ഇന്ന് നമ്മൾ പറഞ്ഞു 80 മില്യൺ പൗണ്ടോളം ഞങ്ങളുടെ വാല്യൂഷൻ ഉണ്ട്, ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്ലെയർ വാങ്ങിക്കാം. നൗ ക്യാവിയേറ്റ് ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആവും തോറും നമ്മൾ ചെൽസി ഡെസ്പറേറ്റ് ആയാൽ ഒരു പക്ഷേ വാല്യുവേഷൻ കുറയ്ക്കാം. പക്ഷെ അങ്ങനെ കുറച്ചാൽ അത് നമുക്ക് ഭാവിയിൽ അടി കിട്ടും. സോ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇനി ജാനുവരിയിൽ വരുമ്പോൾ അവന്റെ വില കുറയും, അടുത്ത സമ്മറിലേക്ക് വേണ്ടി വീണ്ടും വില കുറയും. അപ്പൊ ചെൽസി ആണെങ്കിൽ ഓഫ് ലോഡ് കൊടുക്കുകയാണെങ്കിൽ 80 മില്യൺ പൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70-75 മില്യൺ കിട്ടിക്കഴിഞ്ഞാൽ ചെൽസി കൊടുക്കാൻ തയ്യാറാവുന്നതിൽ എനിക്കൊരു സംശയമില്ല. ആൻഡ് മൈ വാല്യുവേഷൻ 75 മില്യൺ പൗണ്ട്സ്, he is out of Chelsea. That's my thought. Do let me know guys, നിങ്ങളുടെ thoughts in the comment section. Thank you so much for watching. Signing off SK.
from Shasikaran.